ദൈവപുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്താൻ നിങ്ങൾ ഒന്നിനും അടിമകളല്ല. ഈ ലോകത്തില് ഏതൊക്കെ സ്വാതന്ത്ര്യമുണ്ട്, ലോകം, രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നമുക്ക് തരുന്നു പറഞ്ഞാലും നമ്മൾ എന്തിൻ്റെയൊക്കെ അടിമയായി പിന്നെ മാറുകയാണ്. ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൽ നമുക്കറിയാം നമ്മൾ എന്തിൻ്റെയെല്ലാം അടിമയാണ്. നമുക്കൊന്നിനും സ്വാതന്ത്ര്യമില്ല, എല്ലാത്തിനും സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യങ്ങളുടെ കാര്യമല്ല, എന്തിൻ്റെയൊക്കെ ഒരു ഭൂരിപക്ഷത്തിന്റെ അടിച്ചമർത്തലൊക്കെ അനുഭവിക്കേണ്ടവരാണ്. അങ്ങനെയാണ്. നിങ്ങൾ നോക്കിയോ, യേശു ക്രിസ്തു സ്വാതന്ത്ര്യം വരുത്തിയാൽ അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഹല്ലേലൂയ, ആമേൻ. ഈ ലോകം, രാജ്യം സ്വാതന്ത്ര്യം തന്നാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്നെടുത്ത് മറ്റൊരു വിഭാഗത്തിലേക്ക് അതിന്റെ അടിമത്തത്തിലേക്കാണ് മാറ്റുന്നത്. ഒരാളുടെ അടിമത്തത്തിൽ മാറ്റി മറ്റൊരാളുടെ അടിമത്തത്തിലേക്ക് കയറി വരികയാണ്. യേശു നമുക്ക് സ്വാതന്ത്ര്യം തരുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? നമ്മളെ ഒരിക്കലും അടിമപ്പെടുത്താൻ കഴിയാത്ത പാപശക്തികളും രോഗശക്തികളും മരണശക്തികളും മതശക്തികളും പാരമ്പര്യ ശക്തികളും ഇതിനൊന്നും നമ്മളെ പിടിക്കാൻ പറ്റുകയില്ല. നമ്മൾ ദൈവികമായ ഉല്ലാസവും ദൈവിക സന്തോഷവും ഉള്ളവരായി ശരിയായ സമാധാനം അനുഭവിക്കും. യോഹന്നാന്റെ സുവിശേഷത്തില് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ 8-ാമത്തെ അധ്യായം 36-ാം വാക്യം, 8-ാം അധ്യായം 36-ാം വാക്യം കേൾക്കണം. 33-ാം വാക്യം അതിരിക്കുന്നു, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. 36-ാം വാക്യം, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. യഥാർത്ഥ സ്വാതന്ത്ര്യം. ഹല്ലേലൂയ, ആമേൻ. അത് യേശുവിനെ നമുക്ക് തരാൻ പറ്റുള്ളൂ. എവിടുന്നൊക്കെയാണ് നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടത്? നമ്മുടെ മാനസിക മേഖല, നമ്മുടെ ശാരീരിക മേഖല, നമ്മുടെ എന്താ പറയുന്നേ പുറമേ ഉള്ള സാമൂഹിക മേഖല, എല്ലാ മേഖലയിലും നമുക്ക് സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തിന്റെ ഒരു വാക്യം ഞാൻ പറയാം. പുത്രൻ തരുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഒരു വാക്യം കേൾക്കണം. അത് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യമാണ്. അത് യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിലെ ഒരു ഉദ്ധരണിയാണ്. കേൾക്കണം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. യേശുവിന്റെ മേൽ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് യേശുവിനെ അഭിഷേകം ചെയ്തിരിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴോ ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുക, പീഡിതന്മാരെ സ്വതന്ത്രരായി പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 61-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ പീഡിതന്മാരെ സ്വതന്ത്രരായി വിട്ടയക്കുക. ഹല്ലേലൂയ, ആമേൻ. 2 വാക്യം കൂടെ അതിനകത്തോട് ആ വാക്യം കൂടെ ഒന്ന് കേട്ടോണേ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ കേട്ടോണം. അപ്പൊ ഇതെല്ലാം, ഈ ശുശ്രൂഷയെല്ലാം യേശുവിന്റെ മേൽ കിടക്കുകയാണ്. ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും. ഇനി അടുത്ത കാരണം, ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പിക്കുവാൻ സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഹല്ലേലൂയ, ആമേൻ. ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. എളിയവരോട് സദ്വർത്തമാനം പറയുക. എളിയവരല്ലേ പീഡിപ്പിക്കപ്പെടുന്നത്, ദരിദ്രന്മാരല്ലേ സ്വാതന്ത്ര്യം, അവർക്കല്ലേ സ്വാതന്ത്ര്യം വേണ്ടത്, ബന്ധനത്തിൽ കിടക്കുന്നവർക്കല്ലേ സ്വാതന്ത്ര്യം വേണ്ടത്. ഹല്ലേലൂയ. ദുഃഖത്തിലിരിക്കുന്നവർക്കല്ലേ, വിഷണ്ണ മനസ്സ്, ഡിപ്രഷനുള്ള മനസ്സിലുള്ളവർക്കല്ലേ. അപ്പൊ ഇതൊക്കെ തരും. ഇതൊക്കെ എവിടുന്ന് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു. ലൂക്കോസ് സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ യേശു വളർന്ന നസ്രയത്തിലെ പള്ളിയിൽ, യഹൂദ പള്ളിയിൽ വന്നപ്പോൾ ഈ വചനം എടുത്ത് യേശു പ്രസംഗിച്ചിട്ട്, യേശു എടുത്ത് വായിച്ചിട്ട് പറയാണ്, ഈ വചനം ഇന്ന് ഇവിടെ വായിച്ചപ്പോൾ ഇതിന്റെ നിവൃത്തി വന്നു. കൂടെ ഉണ്ടായിരുന്ന കേൾക്കുന്നവർ കാണുന്നവരെല്ലാം അതിശയിക്കുക, ഇവനാര്, ഇവനിത് പറഞ്ഞാൽ ഇത് നിവൃത്തിയാകുമോ? അതേ പ്രിയമുള്ളവരെ, അന്ന് തൊട്ട് ആ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. അന്ന് അവിടെ അത്ഭുതം ആരംഭിച്ചു. ബന്ധിക്കപ്പെട്ടവരെ കർത്താവ് വിടുവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അതിനുശേഷം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കാൻ തുടങ്ങി, രോഗികൾക്ക് സൗഖ്യം കൊടുക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പിന്നീട് നമ്മൾ കാണുന്നത് ആ അധ്യായത്തിൽ തന്നെ സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ ഉള്ളവരൊക്കെയും
അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തരുടെ മേൽ കൈവച്ചു, അവരെ സൗഖ്യമാക്കി. പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു പോയി. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ നാനാ വ്യാധികൾ പിടിച്ചവർ, ഭൂതങ്ങൾ പിടിച്ചവർ, പിശാച് അടിമകളാക്കിയവർ, ഇവരെല്ലാം സൗഖ്യം പ്രാപിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തരികയാണ്. അല്ലാത്ത സ്വാതന്ത്ര്യമൊക്കെ മറ്റൊരു തരം അടിമത്തമാണ്. സ്വാതന്ത്ര്യം എന്നുള്ള പേര് മാത്രമേ അതിനകത്തുള്ളൂ, എന്തിൻ്റെയൊക്കെ അടിമത്തമാണ്. ഹല്ലേലൂയ. ഇനി ദൈവശാസ്ത്രപരമായി നമ്മൾ ചിന്തിച്ചാൽ യേശുക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന സ്വാതന്ത്ര്യമാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടെന്ന് കർത്താവ് പറയുകയാണ്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീ ആണ്. നിങ്ങളുടെ മനസ്സ് ഫ്രീ ആയി വരികയാണ്, സ്വസ്ഥമായി തീരുകയാണ്. മനസ്സ് ഫ്രീ എന്ന് പറഞ്ഞാൽ ശൂന്യമെന്നല്ല എൻ്റെ അർത്ഥം, എംപ്റ്റിനെസ് അല്ല, അത് ഒരു ഫുൾഫിൽനെസ്, അതായത് ഫുൾനെസ്, പൂർണ്ണത ദൈവം നമുക്ക് തരികയാണ്. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നിടത്ത് പൂർണ്ണത തരിക. നിന്റെ സന്നിധിയെ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് നിന്നും പ്രമോദങ്ങളുമുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ സമാധാനം, യഥാർത്ഥ സ്വാതന്ത്ര്യം ദൈവം തരാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച നിങ്ങളെ ഒരു പാപശക്തിക്കും അടിമപ്പെടുത്താൻ പറ്റുകയില്ല. യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് ജയമുണ്ട്. യേശുക്രിസ്തു മുഖാന്തരം നിങ്ങളെ ഒരു രോഗശക്തികൾക്കും അടിമയാക്കാൻ പറ്റില്ല. അവൻ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നവന്. യേശുക്രിസ്തു മുഖാന്തരം ഒരു മരണശക്തികളും, യേശുക്രിസ്തു ഉള്ളവനെ ഒരു മരണശക്തിയും കീഴ്പ്പെടുത്താൻ കഴിയില്ല. മരണത്തിന് മേൽ അവൻ ജയമുള്ളവനാ. ഹല്ലേലൂയ. യേശുവിന് കഴിയാത്ത ഒരു കാര്യവും, ഒരു ശാപങ്ങളും നിങ്ങളെ കീഴടക്കുകയില്ല. ഒരു അഡിക്ഷനുകളും ഒരു അടിമത്തങ്ങളും നിങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുകയില്ല. യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് അതിന് മേൽ ജയം ദൈവം തരും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 15 55 വാക്യത്തിൽ എഴുതിക്കുന്നതിന് കാരണം എന്താണെന്നറിയാമോ? അത് മരണത്തിന്റെ മേലുള്ള ജയമാണ്. അതിനകത്തൊരു ജയം ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള എല്ലാത്തിനും ജയമായി. ഹല്ലേലൂയ. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു, മരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു, രോഗത്തിൽ നിന്ന്, ശാപങ്ങളിൽ നിന്ന്. ഹല്ലേലൂയ. ശത്രുവിന്റെ സകല പ്രവൃത്തികളിൽ നിന്നും. യോഹന്നാന്റെ ലേഖനം 1 ലേഖനം 3 അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ വായിക്കുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു, എന്നാൽ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്രേ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അവന്റെ സകല പ്രവൃത്തികളെ നിങ്ങളെന്ന് അഴിച്ചു കളയുവാൻ ദൈവത്തിന്റെ പുത്രൻ ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. ദൈവം നിങ്ങൾക്ക് ഒരു വലിയ പീസ് തരാൻ, വലിയ സ്വസ്ഥത തരുവാൻ, സമാധാനം തരുവാൻ, സ്വാതന്ത്ര്യം തരുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം വലിയൊരു വിടുതൽ തരും, വലിയൊരു ആശ്വാസം തരും. പ്രിയ കർത്താവ്, ഞങ്ങൾ ആ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. ദൈവപുത്രൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ സാക്ഷാൽ ഞങ്ങൾ സ്വതന്ത്രരായിത്തീരുന്നു. വലിയവരോട് സദ്വർത്തമാനം അറിയിക്കുകയും കുരുടന്മാർക്ക് കാഴ്ചയും ബദ്ധന്മാർക്ക് വിടുതലും ദരിദ്രന്മാർക്ക് സുവിശേഷം അറിയിക്കുകയൊക്കെ ചെയ്ത കർത്താവെ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് വിടുതൽ തരുന്നതിനായി നന്ദി. ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാൻ കർത്താവെ, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട ധരിപ്പിക്കുവാൻ, ആമേ കർത്താവെ, ദുഃഖത്തിന് പകരം കർത്താവെ ആനന്ദം ആനന്ദ തൈലം തരുവാൻ. ഹല്ലേലൂയ. കർത്താവെ, നിന്റെ മക്കളുടെ ജീവിതത്തിൽ എവിടെയൊക്കെ മുറിവേറ്റ് തകർന്നു പോയോ അവിടെയെല്ലാം ആശ്വാസത്തിന്റെ ലേപനം തൊട്ട് നിന്റെ മക്കളെ സൗഖ്യമാക്കുവാൻ അവിടുന്ന് ഈ മക്കളെ തൊടേണ്ടതിനായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വലിയൊരു വിടുതൽ, വലിയൊരു രൂപാന്തരം, വലിയൊരു ആശ്വാസം, ദൈവികമായ യഥാർത്ഥ സ്വാതന്ത്ര്യം, ദൈവിക സമാധാനം ഈ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ, മക്കളിൽ ഉണ്ടാകട്ടെ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം സ്വസ്ഥത അനുഭവിക്കുന്ന ദിവസമാകട്ടെ. യേശുവിനോട് ചേർന്ന് ഞങ്ങൾ ആ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. ഇവരെ അടിമപ്പെടുത്തിയ സകല പൈശാചിക അവകാശങ്ങളും അധികാരങ്ങളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോകട്ടെ. ദൈവിക സ്വാതന്ത്ര്യം ഇവിടെ വെളിപ്പെട്ടു വരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യട്ടെ. വചനങ്ങൾ ഏറ്റെടുക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും വലിയ വിടുതലുണ്ടാകും. God bless you. Have a wonderful day.